ഡോക്ടർ വിജയകുമാർ ആതുര സേവന രംഗത്തെ വ്യത്യസ്തൻ. ആലുവ ജില്ലാ ഹോസ്പിറ്റലിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയ വ്യക്തി. സർക്കാർ സർവീസിൽ ഇരിക്കെ തന്നെ മികച്ച ശിശുരോഗ വിദഗ്ധൻ എന്ന് പേര് സമ്പാദിച്ച അദ്ദേഹം വിശ്രമ ജീവിതത്തിലും താൻ ആരംഭിച്ച പദ്ധതികളുടെ നടത്തിപ്പുകാരനായി തുടരുന്നു. എൻ്റെ പേര് വിജയകുമാർ, ഡോക്ടർ വിജയകുമാർ. ഞാൻ ആലുവ ആശുപത്രിയിൽ ജോയിൻ ചെയ്തത് 13/6/1994. ഇപ്പോൾ 31 വർഷമായി. 31 വർഷം കഴിഞ്ഞ് സെയിം ഹോസ്പിറ്റലിൽ തന്നെ. ഞാൻ ഇവിടെ വന്നു ആയിരുന്നു, ഡെപ്യൂട്ടി സൂപ്രണ്ടായിരുന്നു. 2005 റിട്ടയർ ചെയ്തു. ഞാൻ സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ ബ്ലഡ് ബാങ്ക് സ്ഥാപിച്ചത് ഞാനാണ്. ബ്ലഡ് ബാങ്ക് ഇതിന് ഔദ്യോഗികമായിട്ട് ലൈസൻസ് കിട്ടിയ 1997. അതിനുശേഷം ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം 2010 ഒരു ഡയാലിസിസ് സെൻറ്റർ തുടങ്ങി. ഡയാലിസിസ് സെൻറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങി. 2011 ജനുവരി 31 അത് ഉദ്ഘാടനം ചെയ്തു. അന്നത്തെ ആരോഗ്യമന്ത്രി ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം 2014 ഇതിൽ ഡയാലിസിസ് സെൻറ്റർ കേരള ഹെൽത്ത് സർവീസിലെ ആദ്യത്തെ ഡയാലിസിസ് സെൻറ്ററാണ്. അഗൈൻ കേരള ഹെൽത്ത് സർവീസിലെ ആദ്യത്തെ ഹീമോഫീലിയ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ 2014 ഇവിടെ ആരംഭിച്ചു. അത് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറാണ് അത് ഉദ്ഘാടനം ചെയ്തത്. പിന്നെ അതിൻ്റെ ഇത് മൂന്നിൻ്റെയും, ബ്ലഡ് ബാങ്കിൻ്റെയും ഹീമോഫീലിയ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൻ്റെയും ഡയാലിസിസ് സെൻറ്ററിൻ്റെയും ചുമതലക്കാരനായിട്ട് തുടർന്നു പോവുകയാണ്. ഒരു ഓണററി കപ്പാസിറ്റിയിലാണ് തുടരുന്നത്. കാരണം സാധാരണ ഗവൺമെൻറ് സർവീസിൽ അങ്ങനെ കൊടുക്കാറില്ല, 60 വയസ്സ് കഴിഞ്ഞാൽ കൊടുക്കാറില്ല. സാറിന്റെ ആത്മകഥയിൽ കണ്ട ഒരു കാര്യമാണ് സാറിന്റെ അച്ഛന് സാർ ഒരു അഭിഭാഷകനാവാനായിരുന്നു താല്പര്യം. പക്ഷെ പിന്നീട് സാറ് തന്നെ MBBS എന്ന് പറഞ്ഞ ഒരു സ്വപ്നം അത് ചൂസ് ചെയ്യും. BS വിദ്യാർത്ഥിയിലേക്കുള്ള ഒരു യാത്രയെ കുറിച്ച് പറയാം. MBBS ആക്ച്വലി വലിയ സേവന വ്യഗ്രതയോടൊന്നും എടുത്തതല്ല. MBBS എൻ്റെ അമ്മയുടെ ഏറ്റവും ഇളയ അനിയൻ ഡോക്ടറാണ്. പുള്ളി ആർമിയിൽ നിന്ന് ബ്രിഗേഡിയറായിട്ട് പെൻഷന്. അപ്പോൾ പുള്ളിയുടെ പോസ്റ്റിങ്ങിൽ അവിടെ തിരുവനന്തപുരത്ത് പാങ്ങോട് ക്യാൻറ്റോൺമെൻറ്റിലാണ് പുള്ളിക്കാരൻ വന്നത്. ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് പഠിക്കുകയാണ്. എൻ്റെ മോഡൽ സ്കൂളിലായിരുന്നു തിരുവനന്തപുരം. അപ്പോൾ അമ്മാവൻ എപ്പോഴും വരും പോവും, അമ്മാവൻ്റെ ഹോസ്പിറ്റലിൽ പോവും. അങ്ങനെ പുള്ളിക്കാരനെ കണ്ടാണ് ശരിക്കും ഒരു പ്രചോദനം വന്നത്. അല്ലാണ്ട് അപ്പോൾ സ്കൂളിങ് കഴിഞ്ഞ് അമ്മാവൻ പോയി, ഞങ്ങളിങ്ങോട്ട് എറണാകുളത്തേക്ക് പോന്നു. ഞാൻ മഹാരാജസിലോട്ട് മാറി. പിന്നെ ഇതില്ല, എന്നാലും എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഡോക്ടറാണെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. BScക്ക് എനിക്ക് അന്ന് കേരള യൂണിവേഴ്സിറ്റി മാത്രമേ ഉള്ളൂ. 3rd റാങ്ക് കിട്ടി. ഇവിടെ എറണാകുളത്ത് മെറൈൻ ബയോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു MScക്ക്. അപ്പോൾ അവിടെ അന്നത്തെ കാലത്ത് 1000 രൂപ സ്കോളർഷിപ്പ് ഉണ്ട്. അവിടെ ചേർന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്കായിരുന്നു. അപ്പം എൻ്റെ അച്ഛൻ പറഞ്ഞതെന്ന് വെച്ചാൽ മറൈൻ ബയോളജി അന്ന് ഒട്ടും കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഒരുപാട് പ്രോസ്പെക്ട്സ് ഉള്ള ഒരിതാണ്. അതുകൊണ്ട് മറൈൻ ബയോളജി തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നായിരുന്നു എൻ്റെ അച്ഛൻ്റെ നിർബന്ധം. അപ്പം ഞാൻ അതിൽ നിന്ന് എനിക്ക് മെഡിസിൻ പോകണമെന്നായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വന്നപ്പോൾ അച്ഛന് അഭിപ്രായ വ്യത്യാസം. അന്നത്തെ ഡയറക്ടർ ഒരു കുര്യൻ സാറായിരുന്നു. അപ്പോൾ കുര്യൻ സാറിനോട് ഞാൻ പറഞ്ഞു, സാർ എൻ്റെ അച്ഛനെ പറഞ്ഞ് കൺവിൻസ് ചെയ്തില്ലെങ്കിൽ ഒരു പരിപാടി നടക്കില്ല. അപ്പോൾ കുര്യൻ സാറ് അച്ഛനപ്പോൾ ഗവൺമെൻറ് ബ്രീഡറാണ്. റിട്ടയർ ചെയ്തതിന് ശേഷം ഇവിടെ ടാക്സേഷന് ഗവൺമെൻറ് ബ്രീഡറായിട്ടുണ്ട്. ഹൈക്കോടതി അപ്പോൾ അദ്ദേഹം വിളിച്ച് പറഞ്ഞു, നാരായണ സാറിന് ഇവിടെ വരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്തെങ്കിലും ഞാൻ കുസൃതി കാണിച്ചിട്ടായിരിക്കും വിചാരിച്ച അച്ഛൻ അവിടെ വന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെല്ലാം പറഞ്ഞു. ഇപ്പോൾ മറൈൻ ബയോളജി സാറ് പറഞ്ഞത് ശരിയാണ്, ഒരുപാട് പ്രോസ്പെക്ട്സ് ഉള്ള സംഭവമാണ്. പക്ഷേ ഇപ്പോൾ റൈറ്റ് നൗ കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ. പ്രപ്പോസ്ഡ് ഗോവയിലും കൂടെ പ്രപ്പോസ്ഡ് ആയിട്ടുണ്ട്. പിന്നെ ബാക്കി കടൽ ഉള്ള സിറ്റീസിലൊക്കെ വരാം. ബട്ട് ദെൻ ഇറ്റ് വിൽ ടേക്ക് ടൈം. ഇപ്പോൾ ഈ കുട്ടി ഇപ്പോൾ പാസ്സായി ഇറങ്ങി 2 വർഷം കൂടെ കഴിയുമ്പോൾ MSc മറൈൻ ബയോളജി കഴിഞ്ഞു. അതുകൊണ്ട് അയാൾക്കും ടേസ്റ്റ് മെഡിസിന് പോകാനായിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു അതിന് പോവായിരിക്കും നല്ലതെന്ന്. അപ്പം അച്ഛന് കുറച്ചുകൂടെ കൺവിൻസിങ്. ഞാൻ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് പറയണതും ആ സബ്ജക്റ്റ് എക്സ്പേർട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അങ്ങനെയാണ് അച്ഛൻ സമ്മതിച്ചത് മറൈൻ ബയോളജിക്ക് മെഡിസിന് പോകാനായിട്ട്.
കോട്ടയം മെഡിക്കൽ കോളേജ് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ് തന്നെ പഠിച്ചത്. അങ്ങനെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക്. അതെ, 69 കോട്ടയം മെഡിക്കൽ കോളേജിൽ MBBS